ശ്രീമാത്രേ നമഃ. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികല സൽക്കജ കുരുവിന്ദ മണിശ്രേണി കനൽ കോടീര മണ്ഡിത. ആദ്യമായി ആധ്യാത്മിക സാധന ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭൂതി പ്രകാശദർശനമാണ്. നാരായണ ഭട്ടതിരിപ്പാട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആദ്യം കണ്ടതും പ്രകാശമായിട്ടാണ്. ആദ്യാനുഭവം പ്രകാശമാണ്. പിന്നെ ഉണ്ടാകുന്നതോ മണമാണ്. ദേവിയുടെ മുടിയാണ് ഇനി വർണ്ണിക്കാൻ പോകുന്നത്. വ്യത്യസ്ത ഋതുക്കളിലുള്ള സുഗന്ധപൂരിതമായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുകൊണ്ട് സ്വതസിദ്ധമായിട്ടുള്ള ഒരു മണം ഉണ്ട് ദേവിയുടെ മുടിക്ക്. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ അദ്ദേഹം ചോദിക്കുന്നു, വാസ്തവത്തിൽ ദേവിയുടെ തലമുടിയുടെ മണമാണോ ആ പുഷ്പങ്ങളുടെ മണമായി തീർന്നത്, അതോ ഈ പുഷ്പങ്ങളുടെ മണമാണോ ദേവിയുടെ മുടിക്ക് ഈ മണം കൊടുക്കുന്നത് എന്ന്. ദേവിയുടെ കറുത്ത നിബിഡമായ മുടിയാണ് ഈ രാത്രിയാകുന്ന ആകാശമെങ്കിൽ ആ തലമുടിയിൽ അലങ്കരിക്കപ്പെട്ട നക്ഷത്രങ്ങളെല്ലാം ദേവിയുടെ തലമുടിയിലെ മനോഹരങ്ങളായ പുഷ്പങ്ങളാണ്. അപ്പോൾ ആകാശം കാണുമ്പോൾ എന്ത് ഓർമ്മ വരണം? ദേവിയുടെ തലമുടിയുടെ നിബിഡതയെക്കുറിച്ച് ഓർമ്മ വരണം. അത്രയും വിസ്താരമുള്ളതാണ് ദേവിയുടെ മുടി. നക്ഷത്രങ്ങൾ അഥവാ പൂക്കൾ ഏതൊക്കെയാണ്? ചെമ്പകം, അശോകം, പുന്നാഗം തുടങ്ങിയ സുഗന്ധ പുഷ്പങ്ങൾ ആയിരിക്കണം. കുരുവിന്ദ മണിശ്രേണി കനൽ കോടീര മണ്ഡിത. ഇനി ദേവിയുടെ തലമുടിയിൽ വളരെ ഭംഗിയോടുകൂടി ഇരിക്കുന്ന ഒരു കിരീടം. ആ കിരീടം കുരുവിന്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ള മണികളാണ്. 2 തരത്തിലാണ് രത്നങ്ങൾ ഉണ്ടാവുക എന്ന് പുരാണങ്ങൾ, അതായത് ഗരുഡ പുരാണത്തിൽ പറയുന്നു. ഒന്ന് സ്ഫടികത്തിനകത്ത് നിന്നും, ഒന്ന് കുരുവിന്ദം എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തിൽ നിന്നും. അതിൽ കുരുവിന്ദം എന്ന വസ്തുവിൽ നിന്നുണ്ടാകുന്ന മണികളാണ് സ്ഫടികത്തിൽ നിന്നുണ്ടാകുന്ന മണികളെക്കാൾ ശ്രേഷ്ഠം. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണികൾ കുരുവിന്ദ മണികൾ. ആ കുരുവിന്ദ മണിയിൽ നിന്ന് കിട്ടിയ രത്നങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കിരീടം കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ശിരസോടു കൂടിയവൾ. കുരുവിന്ദ രത്നത്തിനും ചുമന്ന നിറമാണ്. ആദ്യം കാണുന്ന നിറം ചുമപ്പ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇടതൂർന്നു കിടക്കുന്ന മുടി. ആ ഇടതൂർന്നു കിടക്കുന്ന മുടിക്ക് സുഗന്ധമുണ്ടാക്കുന്നത് ചെമ്പകങ്ങളും അശോകങ്ങളും പുന്നാഗങ്ങളും വ്യത്യസ്തമായ നിറങ്ങളോടും മണങ്ങളോടും കൂടിയ പുഷ്പങ്ങളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള തലമുടി. ശിരസിൽ അതിമനോഹരമായ ഒരു കിരീടം വെച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. ഇനി കിരീടത്തിൽ നിന്ന് താഴേക്ക് വരാം. അഷ്ടമി ചന്ദ്ര വിഭ്രായ ദളികസ്ഥല ശോഭിത. നെറ്റിത്തടമാണ് അടുത്തത്. എങ്ങനെയുള്ള നെറ്റിത്തടം? ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള